ഈ കുഞ്ഞിന്റെ പേര് എക്സാക്ട് എവിടെ നിന്ന് കിട്ടി? ആക്ച്വലി ഞാൻ അമ്മയടുത്താണ് പേര് തപ്പാൻ പറഞ്ഞത്. അഫ്കോഴ്സ് ഞാൻ അമ്മയടുത്തെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കുറെ പേര് നോക്കി, അമ്മ കുറെ വിധം പേരൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു പേരിൽ വന്ന ഒരു 100% ആയത് മതി എന്നെനിക്ക് തോന്നിയില്ല. ഞാൻ അമ്മ പറഞ്ഞ കുറെ പേര് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ചു. ഗേൾ പേരുണ്ടായിരുന്നു, ബോയ് പേരുണ്ടായിരുന്നു. അതിൽ ബോയ്സിന്റെ പേര് അമ്മ കൊണ്ടുവന്നിരുന്നത് കുറച്ചുകൂടെ റെയർ ആയിട്ടുണ്ട്. ഗേൾസിന്റെ കുറച്ചുകൂടെ നോർത്തിലൊക്കെ ചിലവർ കേൾക്കുന്ന പോലത്തെ പേരൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അമ്മയുടെ പറഞ്ഞു അപ്പൊ ഗേൾസ് കുറച്ചുകൂടെ വെറൈറ്റി പേര് വേണം. ബോയ്സ് അമ്മ കൊണ്ടുവന്ന് 1-2 പേരകത്ത് ഒരു പേര് ഞാൻ പറയാം. ട്രിനേ എന്ന് പറഞ്ഞാൽ ഒരു പേര് കൊണ്ടു. TRINAY അതാണ് തോന്നുന്നത്. ട്രിനേ അത് എനിക്ക് അമ്മ കൊണ്ടുവന്നിട്ട് ഇഷ്ടപ്പെട്ട നമ്മുടെ വീട്ടിൽ അടുത്ത ബോയ്ക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പേരായിരുന്നു ട്രിനേ. അത് കൊള്ളായിരുന്നു. അതിനെന്തോ നല്ലൊരു അർത്ഥം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മറന്നുപോയി, പക്ഷെ നല്ലൊരു അർത്ഥം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് മാറ്റി വെച്ചു. പക്ഷെ എന്നാലും എനിക്ക് കൊച്ചിന്റെ സ്പെല്ലിംഗ് അങ്ങനെ പറ്റിയ ടീ വേണ്ടായിരുന്നു എന്നൊരു തോട്ട് ഇങ്ങനെ ടീ വേണ്ടാന്ന് തോന്നി. എനിക്ക് മിഡിലിന്റെ എവിടെയെങ്കിലും മതിയായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലും ഒക്കെ ഇങ്ങനെ കയറി അഴിച്ച് പറക്കി അത് ChatGPT വരെ പോയി ചോദിച്ച് പല സൈറ്റിൽ നോക്കിയിട്ട് പലരും ഇടുന്ന പോലത്തെ ഒരു പേരായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം കണ്ടതായിരുന്നു നിയോം. പക്ഷെ ഞാൻ കണ്ട നിയോം സ്പെല്ലിംഗ് വാസ് NEOM. ഞാൻ അത് വീട്ടിൽ പറഞ്ഞപ്പോ എല്ലാരും അതെന്താ നിയോൺ പോലെ. ഞാൻ നിയോൺ അല്ല നിയോ എന്ന് പറഞ്ഞപ്പോ എല്ലാരും അത് നിയോൺ പോലെ ഇല്ലേ, അതെല്ലാരും കളിയാക്കൂലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അപ്പൊ ഞാൻ ശരിയാണ്. അപ്പൊ ഞാനൊരു ബാക്കപ്പ് ആക്കി ഇങ്ങനെ വെച്ചു. പക്ഷെ എന്നിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഈ നിയോം എന്നുള്ള പേരിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് അടിച്ചു നോക്കാൻ വേണ്ടി ചെന്നു. ചിലപ്പോ NEOM എന്ന് അടിച്ചപ്പോഴത്തേക്കും NEEOM എന്ന് പറഞ്ഞ് ഗൂഗിൾ എന്നെ കറക്റ്റ് ചെയ്തു. അങ്ങനെ വന്നിട്ട് അതിന് വന്നിരുന്നു സാൻസ്ക്രിറ്റ് മീനിങ് ഉണ്ട്, ദാറ്റ്സ് ലോർഡ് ശിവ. എന്നിട്ട് NEOM ആണെങ്കിൽ അതിന്റെ മീനിങ് ഫ്യൂച്ചർ എന്നാണ് അറബിക്കില്. ഇങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം.